2019 ശബരിമലയിലെ സ്വർണത്തിന്റെ കണക്കെടുപ്പ് നടത്തി കണക്കുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കി. ആറന്മുളയിലെ സ്ട്രോങ് റൂമിലെ വിലപിടിപ്പുള്ള മുഴുവൻ സാധനങ്ങളുടെയും കണക്കെടുത്തു. സുരക്ഷാ കാരണങ്ങളാൽ ഇവ പുറത്തു വിടരുത് എന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു. കണക്കെടുപ്പിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്ന 22 ഇനം സാധനങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ബിനിൽ വിശദ വിവരങ്ങളുമായി ചേരുന്നു. ബിനിൽ, നമ്മൾ ഈ അരിയാഹാരം കഴിക്കുന്നവർക്ക് ദഹിക്കുന്ന കാര്യങ്ങളെ അല്ല നമ്മൾ ഈ കേൾക്കുന്നത്. ഇതിലെ ദുരൂഹത ഒഴിയേണ്ടതാണ്. പക്ഷെ ഇനി എത്ര നാളെടുത്ത് എങ്ങനെയാണ് ഈ ദുരൂഹതയുടെ നൂലാമാലകൾ അഴിക്കുക, അല്ലെ? എന്താണ് ഇതിന്റെ വിശദ വിവരങ്ങൾ? മോത്തി പറഞ്ഞു തുടങ്ങുമ്പോൾ വീണ്ടും കൂടുതൽ പ്രതിസന്ധിയിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്നതാണ് ശബരിമലയിലെ കാര്യങ്ങൾ. ഇപ്പോൾ ദേവസ്വം ബോർഡ് അത് വിശദീകരിച്ച് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതുവരെയുള്ള സംഭവവാസങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ്. ശബരിമലയിലെ സ്വർണത്തിന്റെ അത് കൃത്യമായ മൂല്യനിർണ്ണയം നടത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു. കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണത്തിന് കൃത്യമായ കണക്ക് പലതിനുമില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന്. എന്തായാലും കോടതി തന്നെ ആ കണക്കെടുപ്പിന് വീണ്ടും മുൻകൈ എടുക്കുകയാണ്. അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ 2019 ശബരിമലയിലെ സ്വർണത്തിന്റെ കണക്കെടുത്തത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണ് ഈ സ്വർണ്ണമൊക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. ആ കണക്കെടുപ്പിലേക്ക് പോകാൻ തന്നെയുള്ള കാര്യം വളരെ രസകരമായ ഒരു സംഭവമാണ്. അതായത് അവിടുത്തെ ദേവസ്വത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഒരു ഡി മോഹനൻ എന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്. ആ ജീവനക്കാരൻ വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പകരക്കാരൻ ചുമതല ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ പകരക്കാരൻ ചുമതല ഏറ്റെടുക്കാൻ സന്നദ്ധനായില്ല. കാരണം ആ സ്ട്രോങ് റൂമിലിരിക്കുന്ന സാധനങ്ങൾ കൃത്യമായി തൂക്കി നോക്കി ബോധ്യപ്പെട്ടാൽ മാത്രമേ ചുമതല ഏറ്റെടുക്കുകയുള്ളൂ എന്ന് പകരം വന്ന ഉദ്യോഗസ്ഥൻ ശക്തമായ നിലപാടെടുത്തു. അപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലായത്. കാരണം ഈ മോഹനൻ എന്ന ജീവനക്കാരൻ മുൻപ് തന്റെ പൂർവികനിൽ നിന്ന് സ്ഥാനമേൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കണക്കെടുപ്പൊന്നും അവിടെ നടന്നിരുന്നില്ല. സാധാരണ നിലയിൽ ഈ ഉദ്യോഗസ്ഥർ മാറി വരുന്നു, അവർ കണക്കെടുത്തുന്നു, കണക്കെടുപ്പൊന്നും കൂടാതെ ഈ ചുമതല കൈമാറി പോവുകയാണ്. പക്ഷേ ഈ മോഹനന് ശേഷം വന്ന ഉദ്യോഗസ്ഥൻ ശക്തമായൊരു നിലപാടെടുത്തു. താൻ ഇതിന്റെ ചുമതല ഏൽക്കണമെങ്കിൽ ഇതിന്റെ കൃത്യമായ കണക്കുകൾ തനിക്ക് വേണം. അതൊരു പ്രതിസന്ധിയിലേക്ക് പോയി. മോഹന് ഈ വിരമിക്കൽ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാത്ത ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ മോഹനൻ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. അങ്ങനെയാണ് ഇത് സംബന്ധിച്ച കണക്കെടുപ്പിലേക്ക് തന്നെ പോകുന്നത്. അന്ന് കണക്കെടുത്ത് ഒരു രേഖയുമായി ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് എത്തിയിരുന്നു. പക്ഷേ ആ കണക്കുകൾ പുറത്തു വിടരുത് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്ന് പറഞ്ഞത്. അതിന് ന്യായമായി അവർ അവതരിപ്പിച്ചത് വലിയ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടാകും, പ്രത്യേകിച്ച് ഈ സ്ട്രോങ് റൂമിൽ എത്രമാത്രം വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട് എന്ന് പുറത്തറിഞ്ഞാൽ അത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് പുറത്തു വിടരുത് എന്ന് കോടതിയിൽ ആവശ്യപ്പെടുകയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടുത്തെ എല്ലാ ഒരു തരി സ്വർണത്തിന്റെ വരെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും ഏറെ ഉണ്ട് എങ്കിൽ പോലും വളരെ കൃത്യമായി അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നിധി ശേഖരത്തിന്റെ പേരിൽ ലോകത്ത് നമ്പർ 1 എന്നറിയപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ഇടമാണ്. സുരക്ഷ ഒരുക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് അതൊരു മുട്ടാപ്പോക്ക് ന്യായം എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. പിന്നെ ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ 21 ഇനം സാധനങ്ങൾ അതെന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ കഴിയാതെ പോയത്? അതായത് ഈ സ്ട്രോങ് റൂമിലെ രജിസ്റ്ററിൽ അവിടെയുള്ള എല്ലാ സാധനങ്ങളെയും കുറിച്ച് അതിൻ്റെ പേരുവിവരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കണക്കെടുപ്പിലേക്ക് പോയപ്പോൾ അന്ന് ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് ഇതിലെ 22 ഇനം സാധനങ്ങൾ കൃത്യമായും ബോധ്യപ്പെടാൻ കഴിഞ്ഞില്ല. അതായത് അതിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അത് ഉത്തരവിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അവിടെ നിന്ന് മിസ്സിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ സംബന്ധിച്ച പിഴയൊക്കെ അടച്ചതിന് ശേഷമാണ് ഈ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ലഭിച്ചത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട സാധനങ്ങൾ ഒന്നും തന്നെ അവിടെ നിന്ന് കാണാതായിട്ടില്ല എന്നതാണ് പുറത്തു വരുന്നവരും. പക്ഷേ ഈ മോത്തി നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാര്യമാണ്. അത് സുപ്രീം കോടതി ഇടപെട്ടപ്പോഴാണ് അവിടെ ഒരു കണക്കെടുപ്പും കാര്യങ്ങളും ഒക്കെ വന്നത്. ഇവിടെ ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്. ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയെ അതിന്റെ കണക്കെടുപ്പിന് ചുമതലപ്പെടുത്തുകയാണ്, അതായത് മൂല്യനിർണ്ണയത്തിന് ചുമതലപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇനി വൈകാതെ നമുക്ക് ശബരിമലയിലെയും കൃത്യമായ കണക്ക്, അതായത് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ അവിടെ നൽകിയിരിക്കുന്ന ആ വഴിപാടിന്റെ ഒരു കണക്ക് നമുക്ക് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാനുള്ള ഒരു അവസരമാണ് ഹൈക്കോടതി ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ ഇനി ശബരിമലയിലെ സ്വർണത്തിന്റെ കണക്കും പുറത്തേക്ക് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സുപ്രീം കോടതി ആയാലും പരമോന്നത നീതിപീഠമായാലും ഇടപെട്ട് ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക തന്നെ ചെയ്യണം.